റഫേൽ കേസിൽ കേന്ദ്രത്തിന് തിരിച്ചടി. കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയ വിധി റദ്ദാക്കി. പ്രതിരോധ രേഖകൾ തെളിവാക്കരുതെന്ന കേന്ദ്രവാദം തള്ളി. റഫേൽ രേഖകൾക്ക് വിശേഷാധികാരം ഇല്ലെന്ന് കോടതി. മോഷ്ടിക്കപ്പെട്ടുവെന്ന് കേന്ദ്രം ഉന്നയിച്ച രേഖകൾ സുപ്രീംകോടതി സ്വീകരിക്കും. എല്ലാ രേഖകളും പരിശോധിക്കുമെന്ന് കോടതി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് വിധി. വിവരങ്ങളുമായി ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനന്ദ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നാളെ നടക്കാനിരിക്കെയാണ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പുനഃപരിശോധനാ ഹർജികളിന്മേൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് സുപ്രീം കോടതിയുടെ ഡിസംബർ 14 വിധിക്ക് ശേഷം പുറത്തു വന്നിട്ടുള്ള കേന്ദ്ര സർക്കാർ മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന രേഖകൾ യാതൊരു കാരണവശാലും പുനഃപരിശോധനാ ഹർജികളുടെ ഭാഗമായി പരിഗണിക്കരുത് എന്നായിരുന്നു കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. ഔദ്യോഗിക രഹസ്യവും നിയമവും അതുപോലെ തന്നെ രാജ്യസുരക്ഷാ നിയമത്തിന്റെയും ഒക്കെ തന്നെ പരിരക്ഷ ഈ രേഖകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ പുനഃപരിശോധനാ ഹർജികളുടെ ഭാഗമായി വിധി പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി പരിഗണിക്കരുത് എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. ഹിന്ദു ദിനപത്രം, ANI, അതുപോലെ തന്നെ ദ വയർ ഉൾപ്പെടെ കാരവൻ മാസിക ഉൾപ്പെടെ വിവിധ വാർത്താ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ വിവിധ ഘട്ടങ്ങളിലായി ഡിസംബർ 14 ശേഷം പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവയൊന്നും പരിഗണിക്കരുത് എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ വാദത്തെ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് ഏകാകണ്ഠമായി തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ മോഷ്ടിക്കപ്പെട്ടു എന്ന് കേന്ദ്ര സർക്കാർ പറയുന്ന രേഖകളൊക്കെ തന്നെ പരിശോധിക്കാൻ ഏതായാലും സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കരുത് എന്നുള്ള പ്രാഥമികമായ കേന്ദ്ര സർക്കാർ വാദത്തെയാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. പുനഃപരിശോധനാ ഹർജികളിന്റെ മെറിറ്റിന്മേലുള്ള ചർച്ചയിലേക്ക് വിശദമായി തന്നെ സുപ്രീം കോടതി കടക്കുമെന്നു കൂടിയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. നേരത്തെ വിധി റദ്ദാക്കി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. ഈ രേഖകൾ കൂടി പരിശോധിച്ചുകൊണ്ട് പുനഃപരിശോധനാ ഹർജികളിന്മേലുള്ള വിശദമായ വാദം കേൾക്കുമെന്നുള്ള സൂചനകളാണ് ഏതായാലും ഇപ്പോൾ ലഭിക്കുന്നത്. വിധി പ്രസ്താവം പൂർണ്ണമായും പുറത്തു വരാത്തതിനാൽ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. വിധി റദ്ദാക്കി എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാനാകില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള പിന്നീട് ഡിസംബർ 14 വിധിക്ക് ശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട രേഖകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് റഫാൽ കരാറുമായി ബന്ധപ്പെട്ട് ദസോൾട്ട് ഏവിയേഷനുമായി പാരലൽ നെഗോസിയേഷൻ നടത്തിയതിന്റെ ഉൾപ്പെടെയുള്ള രേഖകൾ ഏതായാലും പുനഃപരിശോധനാ ഹർജികളുടെ മെറിറ്റ് പരിശോധിക്കുമ്പോൾ കൃത്യമായും പരിഗണിക്കുമെന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ PV തോമസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PV തോമസ്, നമുക്കറിയാം ഒരു ഘട്ടത്തിൽ കോടതിയിൽ കേന്ദ്ര സർക്കാർ വാദിച്ചത് ഈ വാർത്ത റഫേലുമായി ബന്ധപ്പെട്ട അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്ന രേഖകൾ അത് പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരെ പോലും കേസെടുക്കണം, അതിന് തയ്യാറായ മാധ്യമപ്രവർത്തകരെ രാജ്യദ്രോഹത്തിലേക്ക് വരെ എത്തിക്കുന്ന നിലയിലേക്കുള്ള ആരോപണങ്ങൾ കോടതിക്കുള്ളിൽ കേന്ദ്രം വച്ചതാണ്. അതിനെ മുഴുവൻ അട്ടിമറിച്ചിരിക്കുന്നു കോടതി. വളരെ ഗൗരവമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയല്ലേ കോടതിയുടെ ഈ ഇടപെടൽ? അതെ, കോടതി തീർച്ചയായിട്ടും ഗൗരവമായിട്ട് വീക്ഷിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. ആരംഭത്തിൽ തന്നെ ഗവൺമെന്റ് പറഞ്ഞു കട്ടെടുപ്പ് രേഖകളാണ്, അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് വരാൻ പാടില്ല, അതിനൊരിക്കലും യാതൊരു പ്രാധാന്യം കൊടുക്കരുത്, ഇമ്പോർട്ടൻസും കൊടുക്കരുത് എന്ന് പറഞ്ഞു. അതിനെല്ലാം മറിച്ചുകൊണ്ടുള്ളതാണ് സംഭവമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി കാണേണ്ടത് തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. ഈ സമയത്താണ് ഇതിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന് എതിരായിട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇതിനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. റഫേൽ കേസിന്റെ പിന്നിൽ പ്രശാന്ത് ഭൂഷണും അരുൺ ഷോറിയും അതുപോലെ തന്നെ ജസൻ സിംഗുമായിട്ടുള്ളത് അവരാണ് ഇതെല്ലാം മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. വ്യക്തമായിട്ടുള്ള റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് അവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ഇതിന്റെ സത്യാംശം എന്ന് അറിയാനുള്ള ഒരു അവകാശമുണ്ട്. അത് സുപ്രീം കോടതി എത്രയും ചെറുതഗതിയിൽ നടത്തുകയാണ് വേണ്ടത്. തീർച്ചയായും വളരെയധികം നന്ദി PV തോമസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശരത്ത് ദില്ലിയിൽ നിന്ന് തുടരുന്നുണ്ട്. ശരത്ത്, അതുതന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രത്യേകതയുള്ളത്. ഒരു ഘട്ടത്തിൽ ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ രാജ്യമാകെ ചർച്ച ചെയ്യാൻ കാരണമാകുന്ന മാധ്യമങ്ങൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റമെന്നോ അതുപോലെ പ്രതിരോധ വകുപ്പിലെ രേഖകൾ ചോർത്തിയതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തണമെന്നും ശിക്ഷിക്കണമെന്നും പോലും കോടതിയിൽ ആവശ്യപ്പെട്ടതാണ് കേന്ദ്ര സർക്കാർ. കനത്ത തിരിച്ചടിയാണ് അത്തരം ആവശ്യങ്ങൾക്ക് കോടതിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ മാധ്യമങ്ങൾ പുറത്തുവിട്ട രേഖകളെല്ലാം നിർണായകവും ഗൗരവവുമായി കോടതി പരിഗണിക്കുകയല്ലേ ഇനി അങ്ങോട്ട്? ശരത്, തീർച്ചയായും ആനന്ദ്, അതുതന്നെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെയും രാജ്യസുരക്ഷാ നിയമത്തിന്റെയും ഒക്കെ തന്നെ മറപറ്റിക്കൊണ്ട് ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ
വാദങ്ങളിലേക്ക് കോടതിയെ കടക്കുന്നതിൽ നിന്നും പ്രതിരോധിക്കാനുള്ള ശ്രമമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ആ ഒരു നീക്കത്തിനാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി പ്രതിരോധ കരാറിന്റെ വിവിധ രേഖകൾ, പുറത്തു വന്ന രേഖകളൊക്കെ തന്നെ ഇപ്പോൾ കോടതി പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിട്ടുണ്ടായ വാദം എന്ന് പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ 123 വകുപ്പ് പ്രകാരം ഇത്തരത്തിലുള്ള പ്രതിരോധ രേഖകൾ യാതൊരു കാരണവശാലും പരിഗണിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ആ ഒരു വാദം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിനെ എതിർത്തുകൊണ്ട് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് പ്രസിദ്ധീകരിക്കപ്പെടാത്ത രേഖകൾ മാത്രമേ ഈ 123 പരിധിയിൽ വരികയുള്ളൂ എന്നുള്ളതായിരുന്നു പ്രധാനമായും ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചത്. അതും കോടതി മുഖവിലേക്ക് എടുത്തു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവായ രൺദീപ് സിംഗ് സുർജേവാല ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. ഒഫീഷ്യൽ സീക്രട്ട് ടാക്സിന്റെ പരിധിയിൽ ഒളിച്ചു നിൽക്കാൻ വേണ്ടി ഏതായാലും ഇനി മോഡിക്ക് സാധിക്കുകയില്ല. എത്രത്തോളം നുണ പറഞ്ഞാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രീതിയിൽ രാജ്യസുരക്ഷയുടെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റഫാൽ കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നത് തടയാനുള്ള നീക്കമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എങ്കിൽ പോലും അവയൊക്കെ തന്നെ ഇപ്പോൾ കോടതി പരിഗണിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് കരാറുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് കൂടുതൽ സാധാരണക്കാരുന്നയിച്ച അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള കരാറുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ കോടതി കൂടുതൽ പരിഗണന നൽകാൻ വേണ്ടി പോകുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഈ ഒരു പുനഃപരിശോധനാ ഹർജികൾ കൃത്യമായി പരിഗണിക്കാനുള്ള കോടതിയുടെ തീരുമാനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ കേസ് ലിസ്റ്റ് പുറത്തു വന്ന ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും അതുപോലെ തന്നെ ജസ്റ്റിസ് KM ജോസഫും വെവ്വേറെ വിധി പ്രസ്താവം നടത്തും എന്നുള്ള ഒരു സൂചനകൾ ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ എല്ലാവരും ചിന്തിച്ചത് കോടതിയുടെ 3 അംഗ ബെഞ്ചിൽ ഭിന്ന വിധി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതായിരുന്നു. എന്നാൽ ചീഫ് ജസ്റ്റിസിന്റെ വിധിന്യായത്തോട് യോജിച്ചുകൊണ്ടുള്ള മറ്റൊരു വിധിന്യായമാണ് ജസ്റ്റിസ് KM ജോസഫ് എഴുതിയത്. അതോടുകൂടി 3 ജഡ്ജിമാരുടെയും വിധി, അതായത് ജസ്റ്റിസ് SK കൗൾ ഉൾപ്പെടെ 3 ജഡ്ജിമാരും ഐക്യകണ്ഠേന ഈ രേഖകളൊക്കെ തന്നെ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രസക്തം. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നു. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും BJPയെ സംബന്ധിച്ചിടത്തോളവും നാളെ രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ വേണ്ടി പോകുമ്പോൾ ഇത്തരം ഒരു വിധി ഉണ്ടായത് വലിയ തിരിച്ചടിയാണ്. കാരണം ഡിസംബർ 14 മുതൽ റഫാൽ കരാർ കോടതി തന്നെ ഞങ്ങൾക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു, ഞങ്ങളുടെ കരാറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളിലും കോടതി വിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു പ്രചരണം BJP അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ കോടതി വിധിയെ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരും BJPയും നടത്തിയിട്ടുള്ള ക്യാമ്പയിന്റെ ഭാഗമായി വലിയ പ്രതിരോധത്തിലേക്ക് പ്രതിപക്ഷത്തിന് നീങ്ങേണ്ടി വന്നിരുന്നു. കാരണം കോടതി വിധിയെ ചോദ്യം ചെയ്ത് ഒരു പരിധിക്കപ്പുറത്തേക്ക് രാഷ്ട്രീയ കമന്റ് നടത്തുന്നതിന് പ്രതിപക്ഷത്തിന് പരിധികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും സാഹചര്യം മാറിയിരിക്കുന്നു. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ സജീവമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഏതായാലും ഈ ഒരു വിഷയം സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്നുള്ളത് ഏറെ പ്രതിപക്ഷത്തിന് വലിയ ആശ്വാസം തന്നെയാണ്. ഇനി ഏതായാലും തെരഞ്ഞെടുപ്പിന് പൂർണ്ണമായും 7 ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷമാണോ ഈ റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുക എന്നൊന്നും ഈ ഒരു ഘട്ടത്തിൽ പറയാനാകില്ല. ഏതായാലും ഈ ഒരു തീരുമാനം ഇനിയുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ആനന്ദ്, ശരത്ത്, കുറച്ചു നാളുകൾ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ശരത്ത് ഇപ്പോൾ സൂചിപ്പിച്ച ഒരു വാക്ക് പ്രധാനമാണ്, ക്ലീൻ ചിറ്റ് എന്നത്. അത് കോടതിയിൽ കേന്ദ്രമെടുത്ത ഒരു നിലപാടുണ്ടായിരുന്നു. അത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുന്നിൽ CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കണക്കുകളെല്ലാം വച്ചിട്ടുണ്ട്. രാജ്യസുരക്ഷയുടെ കാര്യമായതുകൊണ്ട് തന്നെ കോടതി ഇതിൽ ആശങ്കപ്പെടേണ്ടതോ ഇടപെടേണ്ടതോ ആയ സാഹചര്യം ഇല്ല എന്ന്. പിന്നീട് ഒരു ഘട്ടത്തിൽ കോടതിയിൽ തന്നെ വരുന്നു, അങ്ങനെ ഒരു CAG റിപ്പോർട്ട് ഉണ്ടായിട്ടേ ഇല്ല, പാർലമെന്റിൽ അങ്ങനെ ഒരു വിവരം വന്നിട്ടേ ഇല്ല എന്ന്. അവിടെ തിരുത്തൽ ഹർജി അടക്കമുള്ള കാര്യങ്ങളുമായി കേന്ദ്രത്തിന് വരേണ്ടി വരുന്നു. അത് കോടതി തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെ കോടതിയിൽ വാദിക്കേണ്ടി വരുന്നു. ഇതിൽ നിന്നെല്ലാം കോടതിക്ക് നിഗൂഢമായ ചില കുറ്റകരമായ മൗനം ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകണമല്ലോ ശരത്. തീർച്ചയായും ആനന്ദ്, ഡിസംബർ 14 സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം അന്ന് വൈകുന്നേരം തന്നെ ആ വിധിയിലെ തെറ്റ് ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. CAG ഉൾപ്പെടെ
റഫാൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പരിശോധിച്ചു എന്നുള്ളതായിരുന്നു കോടതിയിൽ കേന്ദ്ര സർക്കാർ മുദ്രവെച്ച കവറിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു ഘട്ടത്തിൽ റഫാൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള CAG റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവിടെ തൊട്ട് വീണ്ടും കേസിന് ജീവൻ വെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ദ ഹിന്ദു പത്രം പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രം സുപ്രീം കോടതിക്ക് മുന്നിൽ പച്ചക്കള്ളം പറയുകയായിരുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. അത് ഉൾപ്പെടെയാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത്. ശരിക്കും ഒരു തെളിഞ്ഞ വിധി അല്ലെങ്കിലും കോടതി ഈ രേഖകൾ പരിശോധിക്കുന്നു. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായും ഇതിൽ ചില കുറ്റകരമായ ഇടപെടലുകൾ ഉണ്ടായതായി കോടതിക്ക് ആദ്യഘട്ടം മുതൽ മനസ്സിലായിരുന്നു. ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഇല്ലാത്തൊരു CAG റിപ്പോർട്ട് പോലും റഫേൽ വിഷയത്തിൽ ഉണ്ട് എന്ന് കോടതിക്ക് മുന്നിൽ കേന്ദ്രം വാദിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ധരിപ്പിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ. തീർച്ചയായും ആനന്ദ്, ആ ഒരു ഘട്ടത്തിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ഈ പുനഃപരിശോധനാ ഹർജികളൊക്കെ തന്നെ കോടതിയിലേക്ക് എത്തുന്നത്. ആ ഒരു ഘട്ടത്തിൽ കാര്യമായി ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാദങ്ങളൊക്കെ തന്നെ നടന്നെങ്കിലും പിന്നീട് വീണ്ടും തെളിവുകളൊക്കെ തന്നെ പുറത്തു വന്നതോട് കൃത്യമായും കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പ്രതിരോധത്തിലാവുന്ന സാഹചര്യമായി. CAG റിപ്പോർട്ട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി വിധിയിൽ ചെറിയ പാകപ്പിഴകളുണ്ട്, അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ അപേക്ഷയുൾപ്പെടെ നൽകേണ്ടുന്ന സാഹചര്യമൊക്കെ തന്നെ വരികയും ചെയ്തു. പിന്നീട് ഈ ഒരു വിഷയം വീണ്ടും ഇല്ലാത്ത CAG റിപ്പോർട്ടിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കോടതിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിച്ചു എന്നുള്ള പ്രചരണം സജീവമായതോടുകൂടി ഏറ്റവും ഒടുവിലത്തെ പാർലമെന്റ് സെഷനിൽ ധൃതി പിടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് അനുകൂലമായിക്കൊണ്ട് ഒരു CAG റിപ്പോർട്ട് കൊണ്ടുവരുന്ന സാഹചര്യവും ഉണ്ടായി. അതൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ താല്പര്യത്തിന്റെ കൃത്യമായ സൂചനകളായിരുന്നു. തങ്ങളുടെ കള്ളം പിടിക്കപ്പെടുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ കാണിച്ചിട്ടുള്ള കൃത്യമായ നീക്കങ്ങളുടെ എല്ലാം തന്നെ തെളിവുകളായിരുന്നു ഇതിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രതിരോധ വകുപ്പിൽ നിന്ന് തന്നെ വിവിധ രേഖകൾ വിവിധ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി. റഫാൽ കരാറിൽ കേന്ദ്ര സർക്കാർ കൃത്യമായും പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ അനഭിലഷണീയമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ളതിന്റെ തെളിവുകൾ ദ ഹിന്ദു പത്രം പുറത്തുവിട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റഫാൽ കരാറിൽ അനിൽ അംബാനിയെ പങ്കാളിയാക്കാൻ വേണ്ടി, ഇന്ത്യൻ പങ്കാളിയായി അനിൽ അംബാനിയുടെ കമ്പനിയെ മാറ്റാൻ വേണ്ടി നടത്തിയിട്ടുള്ള നീക്കങ്ങളുടെ തന്നെ തെളിവ് പുറത്തുവരുന്ന സാഹചര്യവും ഒക്കെ തന്നെ ഉണ്ടായി. അത് ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥന്റെ തന്നെ ഒരു കത്ത് അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ മനോഹർ പരീക്കറിന് എഴുതുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇവയൊക്കെ തന്നെ പുറത്തു വന്നതോടുകൂടി വീണ്ടും ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി. ഇക്കാര്യങ്ങളൊക്കെ തന്നെ സജീവമായി കോടതിയിലും ഉന്നയിക്കാൻ വേണ്ടി ഹർജിക്കാർ തുടങ്ങി. ഇതോടുകൂടി കേസിന്റെ ഡയമെൻഷൻ ആകെ തന്നെ മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കേസ് കുറെ കൂടി സജീവമായി കോടതി ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഏതാണ്ട് മണിക്കൂറുകളോളമാണ് പുനഃപരിശോധനാ ഹർജിയിന്മേൽ ഏറ്റവും ഒടുവിൽ കോടതിയുടെ ഭാഗത്തു നിന്നും വാദമുണ്ടായത്. ആ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷവും അതുപോലെ കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറലും അതുപോലെ തന്നെ ഹർജിക്കാരും വലിയ വാഗ്വാദത്തിൽ തന്നെയാണ് ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് ഒടുവിലായിരുന്നു കോടതി ഇതുമായി ബന്ധപ്പെട്ട് വിധി പറയാനുള്ള തീരുമാനത്തിലേക്ക് മാറ്റുകയും ഇന്ന് വിധി പറയുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ രേഖകളൊക്കെ തന്നെ പ്രഥമദൃഷ്ട്യാ പരിഗണിക്കാൻ വേണ്ടി പറ്റുന്നതാണ് എന്നുള്ള കോടതി പ്രഥമദൃഷ്ട്യാ തന്നെ പരിഗണിക്കാൻ വേണ്ടി പറ്റുമെന്ന് കോടതി മനസ്സിലാക്കിയതിന്റെ കൂടെ ഭാഗമാണ് ഈ ഹർജികൾ പരിഗണിക്കാനുള്ള തീരുമാനം. ഇനി ഏതായാലും ഈ വിധി ഏതായാലും റദ്ദാക്കിയിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിസംബറിൽ പുറപ്പെടുവിച്ചിട്ടുള്ള വിധി റദ്ദാക്കിയിട്ടില്ല സുപ്രീം കോടതി. മറിച്ച് പുനഃപരിശോധനാ ഹർജികളിൽ വലിയ വാദം തന്നെ ഏതായാലും കോടതി കേൾക്കും. പ്രാഥമികമായ വാദം മാത്രമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നും കേട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ ആണ് ഈ ഒരു രേഖകളൊക്കെ തന്നെ വരുന്നത്. ആ രേഖകളുടെ മെറിറ്റൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് വിശദമായ വാദം പുനഃപരിശോധനാ ഹർജി എന്നുള്ള നിലയിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഏതായാലും ഇനി ഉണ്ടാകും. അത് സംബന്ധിച്ചുള്ള തീയതി ഏതായാലും കോടതി വ്യക്തമാക്കിയിട്ടില്ല. ഇനി അത് എപ്പോഴുണ്ടാകുമെന്നുള്ളതും ഏറെ നിർണായകമാണ്. രാജ്യം വ്യക്തമാണ് ശരത് നൽകിയ വിശദാംശങ്ങൾ. ശരത് കെ ശശിയാണ് ദില്ലിയിൽ നിന്ന് റഫേലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്. റഫേൽ കേസിൽ കേന്ദ്രത്തിന് ഏതായാലും കനത്ത വെട്ടിലാകുന്ന നിലയിലുള്ള സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ രാജ്യം തയ്യാറായി നിൽക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയ വിധിയിൽ പരിശോധനകൾ ഉണ്ടാകും എന്ന് തന്നെ കോടതിയുടെ നടപടികളിൽ നിന്ന് വ്യക്തമാകുന്നു. പ്രതിരോധ രേഖകൾ തെളിവാക്കരുത് എന്ന കേന്ദ്രത്തിന്റെ വാദമാണ് കോടതി തള്ളിയത്. മറിച്ച് എല്ലാ രേഖകളും ഇതുമായി ബന്ധപ്പെട്ട് കോടതി പരിശോധിക്കും എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ വിധിക്കുകയുണ്ടായി. വിശദാംശങ്ങളാണ് കേട്ടത്. ഒരു ചെറിയ ഇടവേള.